Hi all, welcome to CBSE Classroom. This is me Irfana. നമ്മൾ ഇന്ന് CBSE 10th ബയോളജി ചാപ്റ്റർ 6 ലൈഫ് പ്രോസസ്സസിലെ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ഒരു പോർഷനാണ് ചെയ്യുന്നത്. അതായത് ഈ ലൈഫ് പ്രോസസ്സിനെ ബേസ് ചെയ്ത് നമ്മൾ ഓൾറെഡി 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. 2 ക്ലാസ്സിലും ന്യൂട്രീഷൻ ആൻഡ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ന്യൂട്രീഷൻ ആൻഡ് ഹ്യൂമൻ ബീങ്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഈ ഒരു ഏരിയയിൽ നിന്ന് ബോർഡ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളതൊക്കെ പറഞ്ഞു. വരാവുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ കവർ ചെയ്യുന്ന എല്ലാ ഏരിയയും പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ടോപ്പിക് 10th സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന പോലെ തന്നെ ഇനി മുതൽ കേരള PSC ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതുന്ന കുട്ടികൾക്കും നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആവും. കാരണം ഡിഗ്രി ലെവൽ നമ്മുടെ ചാനലിൽ കൂടുതൽ സ്റ്റുഡൻസും 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണ്, അതുപോലെ തന്നെ സ്കൂൾ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സോ കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി നമ്മുടെ ചാനലിൽ റെഫർ ചെയ്യാം. കാരണം ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് വന്നു. NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. NCERT ടെക്സ്റ്റ് ബുക്സിലെ ടോപ്പിക്സ് ആണ് സിലബസിലുള്ളത്. അപ്പോൾ നമ്മൾ 10th കുട്ടികൾക്ക് വേണ്ടി NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് സയൻസും എസ്പെഷ്യലി സയൻസ് ക്ലാസ്സുകൾ ഇടുമ്പോൾ അത് നിങ്ങൾ 10th കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന പോലെ തന്നെ ഇനി മുതൽ കേരള PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആവും. കാരണം NCERT ടെക്സ്റ്റ് ബുക്സിൽ നിന്നാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. NCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മളിവിടെ ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ സിലബസ് ടോപ്പിക് വൈസ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക്, NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് നമ്മളുടെ ക്ലാസ് യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ 10th കുട്ടികൾ എല്ലാവരും ക്ലാസ് കാണുക. ഒപ്പം നിങ്ങളുടെ പരിചയത്തിലുള്ള PSC പ്രിപ്പയർ ചെയ്യുന്ന PSC ആസ്പിറൻസിനും കൂടെ ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലെ ക്ലാസ് ഒന്ന് അവർക്കും റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെസ്പിറേഷനിൽ നിന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും 3 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട്. റെസ്പിറേഷനിൽ നിന്ന് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് കുറവാണ്. ഈ 1 മാർക്കും 2 മാർക്കും 3 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ് കൂടുതലും വരുന്നത്. പക്ഷേ ഒട്ടും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 5 മാർക്ക് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന റെസ്പിറേഷന്റെ A to Z കാര്യങ്ങൾ നമ്മൾ എഴുതണം. ആ രീതിക്ക് നമുക്ക് പഠിക്കാം. ബൈ ചാൻസ് ലോങ് ടൈപ്പ്, അതായത് ലോങ് ആൻസർ ടൈപ്പ് 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ റെസ്പിറേഷനിൽ എന്തെല്ലാം ആൻസർ ചെയ്യുന്നുള്ളത് നമുക്ക് പറയാം. അതല്ലാതെ ഇതിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ പോയിന്റ്സ് ഉണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യൻ 3 മാർക്കും ഒക്കെ ആയിട്ട്. ആ പോയിന്റ്സ് എല്ലാം നമുക്ക് കവർ ചെയ്ത് പോകാം. അപ്പൊ റെസ്പിറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ബോർഡ് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റണം. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്, കേരള PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഈ റെസ്പിറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിനെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ യൂസ്ഫുൾ ആവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെസ്പിറേഷൻ എന്താണെന്ന്, അതായത് ഡിഫൈൻ റെസ്പിറേഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ദ ടേം റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ഡെഫിനിഷൻ മതി. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ ഉണ്ട്, അത് ഏതൊക്കെയാണെന്നും കൂടെ പറയണം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഓരോ ടൈപ്പ് റെസ്പിറേഷന്റെ ഡെഫിനിഷൻ പറയണം. 2 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ എന്താണെന്ന് പറയണം. ഈ 2 ടൈപ്സിന്റെയും എക്സാമ്പിൾ വിത്ത് ഇക്വേഷൻ, ഒരു ഇക്വേഷൻ ഫോർമുല പോലെ നമുക്ക് അത് എഴുതാൻ പറ്റും. അതും അതിന് 3 മാർക്സ് ആകുമ്പോൾ അത്യാവശ്യം എല്ലാം ഉൾക്കൊള്ളിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് റെസ്പിറേഷൻ എന്താന്ന് നോക്കാം. റെസ്പിറേഷൻ എന്താന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡൈജഷൻ പഠിച്ചു അല്ലേ. ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്തു, അത് ഡൈജസ്റ്റ് ചെയ്തു, ആ ഫുഡിലെ ന്യൂട്രിയൻസ് ഒക്കെ ബോഡി അബ്സോർബ് ചെയ്തു. ഇനി അങ്ങനെ വെറുതെ ന്യൂട്രിയൻസ് കിട്ടിയോണ്ട് കാര്യമുണ്ടോ? ഇല്ല. ദസ് ന്യൂട്രിയൻസ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി. നമ്മളുടെ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിലുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആരെ? ന്യൂട്രിയൻസിനെ. That process is respiration. Respiration is the process in which nutrients are converted into എന്താ? എനർജി. അതായത് നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്ത ഫുഡ്, ആ ഫുഡ് യൂട്ടിലൈസ് ചെയ്ത് നമ്മളുടെ ബോഡിക്ക് ആവശ്യമായ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്. റെസ്പിറേഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് എനർജി ഇസ് റിലീസ്ഡ്. ഫുഡ് യൂട്ടിലൈസ് ചെയ്ത് എനർജി റിലീസ് ചെയ്യുക, അതായത് നമ്മൾ ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസ്, ആ ന്യൂട്രിയൻസിനെ യൂട്ടിലൈസ് ചെയ്ത് എനർജി റിലീസ് ചെയ്യുക. അതായത് ന്യൂട്രിയൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു എനർജി. ഓക്കെ, സോ റെസ്പിറേഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് എനർജി ഇസ് റിലീസ്ഡ്. അത് പറയണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രിയൻസ് കൺവേർട്ടഡ് ആവുന്ന കാര്യം, എനർജി റിലീസ് ചെയ്യുന്നുള്ള കാര്യം പറയണം. ഓക്കെ, പിന്നെ റെസ്പിറേഷനിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്
അതായത് 2 types of respiration ഉണ്ട് ആക്ച്വലി. എയറോബിക് റെസ്പിറേഷനും എനറോബിക് റെസ്പിറേഷനും. ഓക്കെ, എനറോബിക് റെസ്പിറേഷനും. അപ്പോൾ വേർഡ്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മീനിങ് മനസ്സിലാവും. എയറോബിക് എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. എനറോബിക് ആകുമ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. അതായത് എയറോബിക് റെസ്പിറേഷൻ എപ്പോഴും നടക്കുന്നത് ഓക്സിജന്റെ പ്രസൻസിലായിരിക്കും. എനറോബിക് റെസ്പിറേഷനിലാവുമ്പോൾ ഓക്സിജന്റെ ആബ്സെൻസിലും. ഓക്കെ, സോ റെസ്പിറേഷന്റെ ഡെഫിനിഷൻ പറയണം. The process in which nutrients are converted into energy. The process in which energy is released. പിന്നെ respiration 2 types ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാ 2 types of respiration? Aerobic respiration and anaerobic respiration. Aerobic respiration എന്ന് പറഞ്ഞാൽ respiration takes place in the presence of oxygen. ഓക്സിജന്റെ പ്രസൻസിൽ റെസ്പിറേഷൻ നടക്കുമ്പോൾ അതാണ് എയറോബിക് റെസ്പിറേഷൻ. ഓക്സിജൻ ഇല്ലാത്ത ഒരവസ്ഥയിൽ റെസ്പിറേഷൻ നടക്കുമ്പോൾ, അതായത് ഓക്സിജന്റെ അഭാവത്തിൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ റെസ്പിറേഷൻ നടക്കുമ്പോൾ എനറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. തെറ്റിപ്പോകരുത്, എയറോബിക് ഉണ്ട് എയർ. അപ്പോൾ എയറിന്റെ പ്രസൻസിൽ, ഓക്സിജന്റെ പ്രസൻസിൽ, ഇത് അതിന്റെ ഓപ്പോസിറ്റ്. ഇനി റെസ്പിറേഷൻ നടന്നിട്ട് നമ്മളുടെ ബോഡിയിൽ എനർജി റിലീസ് ചെയ്യുന്നു പറഞ്ഞില്ലേ, ഈ ഒരു പ്രോസസ്സ് നടക്കുക എവിടെയാണെന്നറിയാം? നമ്മളുടെ സെല്ലില് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൽ ഉണ്ട്. സെൽ സ്ട്രക്ചർ പഠിച്ചു കാണും അല്ലെ? നമ്മൾ 7th സ്റ്റാൻഡേർഡ് മുതൽ സെൽ സ്ട്രക്ചർ പഠിക്കുന്നത്, 8th സ്റ്റാൻഡേർഡിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ നമ്മളുടെ സെല്ലിലെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന പാർട്ടിലാണ് എന്ത് നടക്കുന്നത്? റെസ്പിറേഷൻ നടക്കുന്നത്. റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് മൈറ്റോകോൺട്രിയ. അതായത് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലാണ് ആര് റിലീസ്ഡ് ആവുന്നത്? എനർജി റിലീസ്ഡ് ആവുന്നത്. അപ്പോൾ റെസ്പിറേഷൻ നടന്ന് എനർജി റിലീസ് ആവുന്നത് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയക്ക് നമ്മളൊരു പേര് പറയും, പവർ ഹൗസ് ഓഫ് ദ സെൽ. കാരണം നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ പവർ, അതായത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ എനർജി, അത് റിലീസ് ആവുന്നത് മൈറ്റോകോൺട്രിയ എന്നാണ്. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ ഇസ് നോൺ ആസ് the power house of cell. ഓക്കെ, മൈറ്റോകോൺട്രിയയിലാണ് റെസ്പിറേഷൻ നടക്കുന്നത്. അങ്ങനെ റെസ്പിറേഷൻ നടന്നു കഴിയുമ്പോൾ എനർജി റിലീസ് ചെയ്യില്ലേ? ഈ എനർജി റിലീസ് ചെയ്യുന്ന ഫോമിന് എന്താണ് പറയുക? ATP. ഇതിന്റെ ഫുൾ ഫോം എന്താ? എഡനോസൈൻ. ഓക്കെ, A for എഡനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. ഈ ഒരു പേര് പഠിക്കണം. കാരണം എക്സാമിന് ATP എന്ന് മാത്രം എഴുതിയാൽ പോരാ, ഫുൾ നെയിം എഴുതണം. അതായത് ഇതിന്റെ എക്സ്പാൻഷൻ എഴുതണം. എങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന മാർക്ക് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, അതായത് മൈറ്റോകോൺട്രിയയിൽ റെസ്പിറേഷൻ നടന്ന് എനർജി റിലീസ് ആവും. ആ എനർജി റിലീസ്ഡ് ആവുന്ന ഫോമാണ് ATP. എനർജി ഈസ് റിലീസ്ഡ് ഇൻ ദ ഫോം ഓഫ് ATP. ATP എന്ന് പറഞ്ഞാൽ എഡനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. ആദ്യം പറയുമ്പോൾ ഒക്കെ നമുക്കൊരു ഫെമിലിയർ അല്ലാത്തത് കൊണ്ട് ഈ ഒരു വേർഡ് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് എഴുതി പഠിച്ച് സ്പെല്ലിംഗ് അടക്കം തെറ്റാതെ പഠിക്കുക. പറഞ്ഞ് ഇനി അങ്ങോട്ട് ഇത് ഭയങ്കര പരിചിതമായിരിക്കും. കാരണം +1 +2 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റെസ്പിറേഷൻ്റെ വരുന്നുണ്ട്. ഇനി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും, ഇനി എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും ഒക്കെ എൻട്രൻസ് എഴുതുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ 10th സ്റ്റാൻഡേർഡിലെ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ബേസ് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യം വരുന്നതാണ്, നല്ലപോലെ മനസ്സിലാക്കി പോവുക. പിന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതാൻ പോകുന്ന കുട്ടികളും ഓക്കെ, PSC ആസ്പിറൻസിനും NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ഒരുപാട് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് പറയുന്നത്. ഇനി ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളെടുത്ത് എയറോബിക് റെസ്പിറേഷനും എനറോബിക് റെസ്പിറേഷൻ്റെ ഡിഫറൻസ് 3 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം എയറോബിക്കും എനറോബിക്കും എന്താണെന്ന് പറയണം. അത് കഴിഞ്ഞ് അതിൻ്റെ എക്സാമ്പിൾ സഹിതം പറയണം. അതുപോലെ തന്നെ റെസ്പിറേഷൻ്റെ ഡെഫിനിഷൻ പ്ലസ് എയറോബിക് റെസ്പിറേഷനും എനറോബിക് റെസ്പിറേഷനും എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഈ മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെല്ലാന്ന് പറയുന്നത് എന്തുണ്ട്? അതായത് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന ഒരു പോയിന്റ് അല്ലേ? പക്ഷെ റെസ്പിറേഷനായിട്ട് റിലേറ്റ് ചെയ്ത് അതൊക്കെ വരാം ഒബ്ജക്റ്റീവ് മാർക്കിൽ, അതായത് 1 മാർക്ക് ക്വസ്റ്റ്യനിൽ വരാം. ഓക്കെ, അതായത് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയാൻ കാരണം എന്താ? റെസ്പിറേഷൻ നടക്കുന്ന സൈറ്റ്, നമ്മളുടെ ബോഡിയിൽ റെസ്പിറേഷൻ നടക്കുന്ന സൈറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ. അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിലെ എനർജി റിലീസ് ചെയ്യുന്ന ഫോം, ഇൻ വിച്ച് ഫോം എനർജി ഈസ് റിലീസ്ഡ്, അഗെയിൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ATP.
ATPയുടെ ഫുൾ ഫോം എന്താ? എഡനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. ATP ഫോർ എഡനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. ഇനി ATPക്ക് പറയുന്ന ഒരു പേരുണ്ട് എനർജി കറൻസി. ഓക്കെ, നമ്മളിപ്പോ ഇന്ത്യൻ റുപ്പീസ്, ഡോളർ, ദിനാർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിലെ എനർജി കറൻസിയാണ് ATP. കാരണം എന്താ? ഇതുണ്ടെങ്കിലേ നമ്മൾക്ക് എനർജി ഉണ്ടെങ്കിലേ നമ്മളുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുകയുള്ളൂ. ഓക്കെ, എനർജി റിലീസ് ചെയ്യുന്ന ഫോമാണ് ATP. അപ്പൊ ATPനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഷുവർ ആയിട്ടും ഈ ഒരു ടേം മെൻഷൻ ചെയ്യണം. അതായത് എഡനോസൈൻ ട്രൈഫോസ്ഫേറ്റ് is known as the energy currency of our body because the energy is released in the form of ATP. നമ്മളുടെ ബോഡിയിൽ റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞ് എനർജി റിലീസ് ചെയ്യുന്നത് ATPയുടെ ഫോമിലാണ്. Therefore ATP is known as energy currency of the cell. ഇനി നമുക്ക് എയറോബിക് റെസ്പിറേഷന്റെ എനറോബിക് റെസ്പിറേഷന്റെ ഡീറ്റെയിൽസിലോട്ട് വരാം. ഇതിന്റെ ഡിഫറൻസ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ പറയേണ്ട പോയിന്റ്സ്, ഫസ്റ്റ് ഇത് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഇത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇനി എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിലും എനറോബിക് റെസ്പിറേഷൻ ആണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് കോമൺ ആണ്. എന്താ? അതായത് കാർബോഹൈഡ്രേറ്റ്സ്. റെസ്പിറേഷൻ നമുക്ക് പറയാവുന്ന ഒരു പോയിന്റും കൂടി ഉണ്ട്. അതായത് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ആരാണ് ഓക്സിഡൈസ്ഡ് ആവുന്നത്? കാർബോഹൈഡ്രേറ്റ്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ അന്നജം, നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ അല്ലെ, കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ആയി പിന്നെ വരുന്ന ഫോം എന്താ? ഗ്ലൂക്കോസ് ആണ്. അപ്പൊ നമ്മള് ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു energy. So respiration is the process in which carbohydrate is or glucose is oxidized into energy. നമ്മളുടെ ഫുഡിലെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്തായിട്ട് ഓക്സിഡൈസ്ഡ് ആവുകയാണ്? എനർജി ആയിട്ട് ഓക്സിഡൈസ്ഡ് ആവുകയാണ്. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ ആയാലും എനറോബിക് റെസ്പിറേഷൻ ആയാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫുഡൊക്കെ കഴിച്ച് ഫുഡിന്റെ ദഹനമൊക്കെ നടന്ന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ബോഡി വലിച്ചെടുത്തു. ഈ വലിച്ചെടുത്ത ന്യൂട്രിയൻസിലെ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു 6 കാർബൺ മോളിക്യൂൾ ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് പറയണം. എന്താണ്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ മോളിക്യൂൾ ആണ്. അതായത് അതിൽ 6 കാർബൺ ആണ് ഉണ്ടാവുക അല്ലെ, C6H12. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ മോളിക്യൂൾ ആണ്. അതായത് ഗ്ലൂക്കോസിന്റെ ഫോർമുല ഇതാണ്, C6H12O6. ഓക്കെ, ഗ്ലൂക്കോസിന്റെ ഫോർമുല പഠിക്കണം. നിങ്ങൾ ഓൾറെഡി ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചു കാണും അല്ലെ, ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ് ഫോട്ടോസിന്തസിസ് ഒക്കെ. C6H12O6. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ മോളിക്യൂൾ ആണ്. 6 കാർബൺ നോക്കിയേ, C6 എന്നല്ലേ, 6 കാർബൺ 12 ഹൈഡ്രജൻ വീണ്ടും 6 ഓക്സിജൻ, C6H12O6. ഇങ്ങനെയാണല്ലോ ഗ്ലൂക്കോസിന്റെ ഫോർമുല. അപ്പോ റെസ്പിറേഷനിൽ എയറോബിക് ആയിക്കോട്ടെ എനറോബിക് ആയിക്കോട്ടെ, റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും? പൈറുവേറ്റ് ആയിട്ട് മാറും. പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ്. ഈ ടേം ഒക്കെ പുതിയതാണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് മാറും അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ മോളിക്യൂൾ ആണ്. അതായത് ഗ്ലൂക്കോസിന്റെ ഫോർമുല ഇതാണ്, ഇതിൽ 6 കാർബൺ ഉണ്ട്. പൈറുവേറ്റ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് എന്ന് പറഞ്ഞാലോ 3 കാർബൺ മോളിക്യൂൾ ആണ്. അതും കൂടി സ്പെസിഫൈ ചെയ്യണം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ ഇസ് എന്താ? ബ്രേക്കിംഗ് ഓഫ് ഗ്ലൂക്കോസ് ഇൻടു പൈറുവേറ്റ്. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം, ബ്രേക്കിംഗ് ഓഫ് ഗ്ലൂക്കോസ് വിച്ച് ഇസ് എ 6 കാർബൺ മോളിക്യൂൾ, ബ്രാക്കറ്റിൽ C6H12O6 എന്ന് എഴുതാം. സോ breaking of glucose which is a 6 carbon molecule into pyruvate 3 carbon molecule. Glucose pyruvate ആയിട്ട് മാറും. അതായത് ഒരു 6 carbon molecule ആയ ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് പൈറുവേറ്റ് ആസിഡ് ആയിട്ട് മാറും. പൈറുവേറ്റ് ആസിഡിന്റെ എത്ര കാർബൺ ഉണ്ട് അവിടെ? 3 കാർബൺ മോളിക്യൂൾ. ഇനി ഇത് നടക്കുന്ന ലൊക്കേഷൻ എവിടെയാ? സൈറ്റോപ്ലാസം. സെല്ലിന്റെ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ, 7th 8th ഒക്കെ പഠിച്ചതല്ല. സെല്ലിന്റെ ഉള്ളിലെ മെയിൻ കണ്ടന്റ് അല്ലെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പൊ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ഗ്ലൂക്കോസ് 6 കാർബൺ മോളിക്യൂൾ ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് ഫോം ചെയ്യുന്ന പൈറുവിക് ആസിഡ് എന്താ? 3 കാർബൺ മോളിക്യൂൾ ആണ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്,
എയറോബിക് റെസ്പിറേഷനിലാണെങ്കിൽ, അതായത് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ, ഓക്കെ, ഈ പ്രോസസ്സ് നടക്കുന്നത് എവിടെയാ, മൈറ്റോകോൺട്രിയയിൽ. ഓക്കെ, മൈറ്റോകോൺട്രിയയിൽ എന്തൊക്കെയായിട്ട് മാറും, ഈ പൈറുവേറ്റ് ബ്രേക്ക് ചെയ്തിട്ട് എന്തെല്ലാമായിട്ട് മാറും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പിന്നെ എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളുടെ ബോഡിയിലൊക്കെ എയറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നമ്മൾ കഴിച്ച ഫുഡില് ഗ്ലൂക്കോസ് എന്ത് ചെയ്യും, പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. അതായത് 6 കാർബൺ മോളിക്യൂള് 3 കാർബൺ മോളിക്യൂളായിട്ട് ബ്രേക്ക് ചെയ്യും. ഇനി 3 കാർബൺ മോളിക്യൂളായ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യും, ഓക്സിജന്റെ പ്രസൻസിൽ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നടന്നത് എവിടെയാ, സൈറ്റോപ്ലാസം. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബ്രേക്കിംഗ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു പൈറുവേറ്റ്, അതിന്റെ സൈറ്റ് എവിടെയാണെന്ന്, സൈറ്റോപ്ലാസത്തിലാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ എന്താ, പൈറുവേറ്റ് 3 പ്രോഡക്ട്സ് ആയിട്ട് മാറും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജി. ഇവിടെ എനർജി എന്ന് പറയുമ്പോൾ ഒരു കാര്യം സ്പെസിഫൈ ചെയ്യണം, ഒരുപാട് എനർജിയാണ്. ഓക്കെ, മോർ എനർജി എയറോബിക്കിനെ വെച്ച് നോക്കുമ്പോൾ മോർ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി എയറോബിക്കും എനറോബിക്കും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഇവര് രണ്ടിന്റെയും ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ എന്താ, abundant of energy is produced. abundant എന്ന് പറഞ്ഞാൽ, abundance എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് അല്ലെ, അധികം എനർജി. അതായത് എനറോബിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോർ എനർജി ഇസ് റിലീസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. ഓക്കെ, എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് എവിടെയാണ്, സൈറ്റ് പഠിക്കണം, മൈറ്റോകോൺട്രിയ. എയറോബിക് റെസ്പിറേഷന്റെ സെക്കൻഡ് സ്റ്റെപ്പ് നടക്കുന്നത് എവിടെയാണ്, മൈറ്റോകോൺട്രിയയില്. ആരെല്ലാം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, പൈറുവിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻടു ഏതൊക്കെയാ പ്രോഡക്ട്സ്, തെറ്റിപ്പോകരുത്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും. എനർജി എന്ന് പറയുമ്പോൾ പറയണം, എയറോബിക് റെസ്പിറേഷന്റെ കേസിലാണെങ്കിൽ മോർ എനർജി ഇസ് റിലീസ്ഡ്. അതാണ് എയറോബിക്കിന്റെ കേസ്. ഇനി എനറോബിക് ആയിരുന്നെങ്കിലോ സെക്കൻഡ് സ്റ്റെപ്പ് എന്താവും, എഗെയിൻ സെക്കൻഡ് സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. 2A എന്ന് കൊടുക്കാം, ഇത് 2B എന്ന് കൊടുക്കാം, കാരണം ഇതും സെക്കൻഡ് സ്റ്റെപ്പ് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതായത് സെക്കൻഡ് സ്റ്റെപ്പ് തന്നെ, അതായത് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി റെസ്പിറേഷൻ നടക്കാൻ ഓക്സിജൻ ഇല്ല. ഇൻ ദ ആബ്സെൻസ്, ഓക്സിജൻ ഇല്ലാതെയാണ് റെസ്പിറേഷൻ നടക്കുന്നതെങ്കിൽ, അതായത് എനറോബിക് ആണ് നടക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പൈറുവേറ്റിന്റെ കൺവേർഷൻ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഗ്ലൂക്കോസ് എന്തായി നിൽക്കുകയാണ്, പൈറുവിക് ആസിഡ് ആയി നിൽക്കുകയാണ്. ഇനി ഇതെന്താവും, എനറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ഇവിടെ എത്തനോൾ ഉണ്ടാവും. ഓക്കെ, എത്തനോൾ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, എനർജി ഉണ്ടാവും. എത്തനോൾ എന്ന് പറയുന്ന മറ്റൊരു വേർഡാണ് ഈഥൈൽ ആൽക്കഹോൾ. എന്താണ്, ഈഥൈൽ ആൽക്കഹോൾ. രണ്ട് നെയിമും സ്പെസിഫൈ ചെയ്യണം, പഠിച്ചു വെക്കണം. എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജിയും. ഇവിടെ എനർജി ഉണ്ടാവുന്നത് പറയുമ്പോൾ ഒരു കാര്യം പറയണം, ലെസർ എനർജി. എയറോബിക്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനറോബിക്കിൽ എന്താ, കുറച്ച് എനർജിയെ റിലീസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, രണ്ടോടത്തും എനർജി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ മോർ എനർജിയും ഇവിടെ എനറോബിക് ആണെങ്കിൽ ലെസ് എനർജിയാണ്. ഇനി ഇതുപോലത്തെ റെസ്പിറേഷൻ നടക്കുക എവിടെയാണ്, ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ, ഈസ്റ്റ്. എന്താണ് ഈസ്റ്റ്? ഈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗസ് ആണ്. നമ്മളിപ്പോ ഈ വൈനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇട്ട് വെക്കും. കാരണം എന്താ, ഈസ്റ്റ് ഇട്ട് നടക്കുമ്പോൾ അവിടെ ഈ ഫെർമെന്റേഷൻ പ്രോസസ്സ് നടക്കുകയാണ്, എനറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാവുന്നുണ്ട്, ആ ആൽക്കഹോളിന്റെ പ്രസൻസ് വരുന്നുണ്ട് അല്ലെ. വൈനാവുമ്പോൾ ആൽക്കഹോളിക് വൈനില്ലേ, അതിലെന്താ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈസ്റ്റ് ഇടുന്നുണ്ട്. കാരണം ഈസ്റ്റ് ഇടുമ്പോൾ അവിടെ എനറോബിക് റെസ്പിറേഷൻ നടന്നിട്ട്, അതായത് ആ ഫെർമെന്റേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ എത്തനോൾ ഉണ്ടാവും. എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാവും. അങ്ങനെയാണ് ആ ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ടാവുന്നത്. വൈൻ ആൽക്കഹോളിക് വൈൻ ആയിട്ട് മാറുന്നത്. വൈൻ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഇനി മുതലെങ്കിലും അല്ലെ, ഇനി മുതൽ ആരെങ്കിലും വൈൻ ഉണ്ടാക്കുന്ന കാണുമ്പോൾ അതിൽ ഈസ്റ്റ് ഇടുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എന്താ, ഈസ്റ്റ് ഇടുന്നത് അവിടെ ഫെർമെന്റേഷൻ നടക്കും, എനറോബിക് റെസ്പിറേഷൻ നടക്കും. ഈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗസ് ആണ്. ഈ ഫംഗസിന്റെ പ്രസൻസിൽ അവിടെ എനറോബിക് റെസ്പിറേഷൻ നടന്നിട്ട് എന്തുണ്ടാവും,
ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാവും. വൈൻ ആൽക്കഹോളിക് ആവുന്നത് അങ്ങനെയാണ്. ഈഥൈൽ ആൽക്കഹോളിന്റെ മറ്റൊരു നെയിമാണ് എത്തനോൾ. കെമിസ്ട്രിയിൽ കാർബൺ ആൻഡ് കോമ്പൗണ്ട്സിന്റെ ചാപ്റ്ററിൽ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിക്കുന്നുണ്ട്. ഞാൻ തന്നെ ആ ഒരു ചാപ്റ്റർ ക്ലാസ് ഇട്ടപ്പോൾ എത്തനോളിന്റെ സ്ട്രക്ചർ, ഈഥൈൽ ആൽക്കഹോളിന്റെ സ്ട്രക്ചർ ഓക്കെ, എത്ത് വരുമ്പോ അതായത് മീഥെയിൻ ഉണ്ട്, ഈഥെയിൻ ഉണ്ട്, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെന്റെയിൻ, ഹെക്സെയിൻ, അങ്ങനെ പോകുന്നു അല്ലെ. ഓരോന്നിന്റെയും കേൾക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചറും ഫോർമുലയും ഒക്കെ വരയ്ക്കുന്ന പഠിക്കാനായിട്ടുള്ള ഈസി ട്രിക്സും ടിപ്സും ഒക്കെ പറഞ്ഞുകൊണ്ട് കാർബൺ ആൻഡ് കോമ്പൗണ്ട്സിന്റെ ബേസ് ചെയ്ത് ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ കെമിസ്ട്രി ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്കാണ്, എസ്പെഷ്യലി കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, പെട്ടെന്ന് എളുപ്പത്തിൽ പഠിച്ചാൽ മനസ്സിലാകാത്ത ഒരു ചാപ്റ്ററാണ് കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ കെമിസ്ട്രി കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഈസി ആയിട്ട് ടിപ്സും ട്രിക്സും ഒക്കെ വെച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കാണുക. കാർബൺ ആൻഡ് കോമ്പൗണ്ട്സിനെ ബേസ് ചെയ്ത് ഓൾറെഡി ഒരു 4 or 5 ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാപ്റ്റർ കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലോ, അപ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ പാകത്തിൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ആ ക്ലാസ്സുകൾ. കാർബൺ ആൻഡ് കോമ്പൗണ്ട്സിന്റെ ഒരു 4 or 5 പാർട്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണുക. ഇപ്പൊ ഇവിടെ എത്തനോൾ, ഈഥൈൽ ആൽക്കഹോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. എത്തനോൾ, മെത്തനോൾ, ഈഥെയിൻ, മീഥെയിൻ, പ്രൊപ്പെയിൻ എന്നൊക്കെ പറയുമ്പോൾ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ആണ്. 2 കാർബൺ ആണോ, 3 കാർബൺ ആണോ, 4 ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ ആണ്. അതിന്റെ ഫോർമുല എങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെയാണ്, പലർക്കും കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ മാറുന്ന രീതിയിൽ ഇതൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പാകത്തിൽ ഈ കാർബൺ ആൻഡ് കോമ്പൗണ്ട്സിനെ ബേസ് ചെയ്തുള്ള ക്ലാസ് ഉണ്ട്. അപ്പോൾ കെമിസ്ട്രിയിലും നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ ആ ക്ലാസ്സുകൾ കാണാം. അതുപോലെ തന്നെ നമ്മളുടെ PSC എക്സാംസിനും ഡിഗ്രി ലെവൽ എക്സാംസിനും ഈ മീഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ ഒക്കെ സ്ട്രക്ചേഴ്സും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിഗ്രി ലെവൽ സ്റ്റുഡൻസും അതായത് ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസും ആ ക്ലാസ്സുകളൊന്ന് കാണും. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്നാണ്. ബോത്ത് SCERT ആൻഡ് NCERT ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ NCERT ടെക്സ്റ്റിലെ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടൈപ്പ് റെസ്പിറേഷൻ പറഞ്ഞു. എയറോബിക്കും പറഞ്ഞു, എനറോബിക്കും പറഞ്ഞു. അതായത് ഓക്സിജന്റെ പ്രസൻസിലും പറഞ്ഞു, ഓക്സിജന്റെ ആബ്സെൻസിലും പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം പറയാൻ പോകുന്നത് ഇൻ ദ ലാക്ക് ഓഫ് ഓക്സിജൻ. അതായത് ഒട്ടും ഓക്സിജൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആബ്സെൻസ് അല്ല, പക്ഷെ തീരെ കുറവ്, ഓക്സിജന്റെ എമൗണ്ട് തീരെ കുറഞ്ഞു പോകുമ്പോൾ ലാക്ക് ഓഫ് ഓക്സിജൻ വരുമ്പോൾ നടക്കുന്നത്, ഈ ലാക്ക് ഓഫ് ഓക്സിജൻ വരുമ്പോൾ നടക്കുന്ന റെസ്പിറേഷൻ ഇല്ലേ, അത് കൂടുതലും കാണുന്നത് നമ്മളുടെ മസിൽസിലൊക്കെയാണ്. അതായത് നമ്മൾ ഒരുപാട് നേരം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓടിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് കുറേ നേരം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിലെ മസിൽ വേദന എടുക്കും അല്ലേ. ഒരുപാട് നേരം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈയുടെ മസിൽസോ കാലിലോ ബോഡിയിലോ എവിടെയെങ്കിലുമൊക്കെ മസിൽ പെയിൻ നമുക്ക് അനുഭവപ്പെടും. കാരണം എന്താ, നമ്മളുടെ ബോഡിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത് റെസ്പിറേഷൻ നടന്നിട്ട് ഉണ്ടാവുന്ന എനർജിയാണ്. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ ഓക്സിജന്റെ പ്രസൻസിൽ എയറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ ഒരുപാട് നേരം എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ, ഒരുപാട് നേരം വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ബോഡിയിലെ ഓക്സിജൻ ഒക്കെ നമ്മൾ ഇങ്ങനെ എടുക്കണം. ഓക്സിജന്റെ പ്രസൻസിൽ എയറോബിക് റെസ്പിറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം നമ്മൾ എന്ത് ചെയ്യും, ഈ ഓക്സിജൻ കൺസ്യൂം ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഒരുപാട് എനർജി യൂസ് ചെയ്ത് കഴിയുമ്പോൾ, ഒരുപാട് നേരം എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഓക്സിജന്റെ പ്രസൻസ് കുറയും. അതായത് ഓക്സിജൻ കുറയും നമ്മുടെ ശരീരത്തിൽ. ഓക്സിജൻ കുറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് എയറോബിക് റെസ്പിറേഷൻ നടക്കൂല. ഓക്സിജന്റെ കുറവിൽ നടക്കുന്ന റെസ്പിറേഷൻ, അതായത് ലാക്ക് ഓഫ് ഓക്സിജൻ വരുമ്പോൾ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ഉണ്ട്. അതാണ് നമ്മളിന് പറയാൻ പോകുന്നത്. അത് നടക്കുന്നത് മസിൽസിലാണ്. അതായത് ഫസ്റ്റ് എന്തായിരുന്നു, ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആവും അല്ലെ. പൈറുവിക് ആസിഡ് എയറോബിക്കിന്റെ കേസിൽ എന്താവും എന്ന് നമ്മൾ പറഞ്ഞു. എനറോബിക്കിന്റെ കേസിൽ എന്താവും എന്ന് പറഞ്ഞു. ഇനി ലാക്ക് ഓഫ് ഓക്സിജന്റെ കേസിൽ ഈ പൈറുവിക് ആസിഡ് എന്തായി മാറും എന്ന് ചോദിച്ചാൽ ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, ലാക്റ്റിക് ആസിഡിന്റെ ഫോർമുല CH3CHOHCOOH. നിങ്ങൾ ഫോർമുല ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഓക്സിജന്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ, ലാക്ക് ഓഫ് ഓക്സിജന്റെ പ്രസൻസിൽ എന്ത് നടക്കും, പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ഇനി ഒരുപാട് നേരം എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ മസിൽ പെയിൻ ഉണ്ടാവും നമ്മൾ പറഞ്ഞില്ല. അത് എന്തുകൊണ്ടാ, ഒരുപാട് നേരം എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഓക്സിജൻ ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു, ശരീരത്തിൽ ഓക്സിജന്റെ അവൈലബിലിറ്റി കുറയും. അപ്പോൾ ലാക്ക് ഓഫ് ഓക്സിജന്റെ പ്രസൻസിൽ റെസ്പിറേഷൻ നടന്നു കഴിയുമ്പോൾ പൈറുവിക് ആസിഡ് എന്തായി മാറും,
ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ഈ ലാക്റ്റിക് ആസിഡ് മസിലിൽ വന്ന് അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് മസിൽ പെയിൻ ഉണ്ടാവുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് നേരം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസിൽ പെയിൻ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മസിൽ പെയിൻ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഓക്സിജന്റെ പ്രസൻസ് കുറയുമ്പോൾ, ലാക്ക് ഓഫ് ഓക്സിജൻ ആവുമ്പോൾ എന്ത് പറ്റും? റെസ്പിറേഷൻ നടന്നു കഴിയുമ്പോൾ പൈറുവിക് ആസിഡ് ആരായിട്ട് മാറും? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ഈ ലാക്റ്റിക് ആസിഡ് നമ്മളുടെ മസിൽസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കവിടെ മസിൽ പെയിൻ അനുഭവപ്പെടുന്നത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ പഠിച്ചു. ഇനി ഇതൊരു ഇക്വേഷൻ ഫോർമുലയിൽ തന്നെ പഠിക്കണം. ഫസ്റ്റ് എന്താ? എയറോബിക് റെസ്പിറേഷൻ നോക്കാം. C6H12O6. ഇതെന്താ? ഗ്ലൂക്കോസ് മോളിക്യൂൾ അല്ലെ? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിന്റെ കേസാണ് കേട്ടോ നമ്മൾ പറയുന്നത്. എന്തൊക്കെയാ മാറും എയറോബിക് റെസ്പിറേഷനിൽ? ഓക്സിജന്റെ പ്രസൻസിലാവുമ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ. മൈറ്റോകോൺട്രിയയിൽ അവിടെ എന്തെല്ലാം ഉണ്ടാവും? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, എനർജി ഉണ്ടാവും. എത്ര കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടാവും? 6 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടാവും. എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും? 6 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ 6 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസും 6 വാട്ടർ മോളിക്യൂൾസും ഉണ്ടാവുന്നുണ്ട്, പ്ലസ് എനർജി. ഇത് എയറോബിക്. ഇനി എനറോബിക്കിന്റെ കേസിലാണെങ്കിലോ C6H12O6. ഇതെന്താ? ഗ്ലൂക്കോസ്. സോറി, ഓക്കെ, ഗ്ലൂക്കോസ്. ഇത് എന്തൊക്കെയായിട്ട് മാറും? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ എന്ന് എടുത്ത് എഴുതണം. ഓക്കെ, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ അവിടെ എന്തെല്ലാം ഉണ്ടാവുന്നുണ്ട്? എത്തനോൾ. എത്തനോളിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ C2H5OH. ഓക്കെ, OH എന്ന് പറയുന്നത് ആൽക്കഹോളിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അത് ആൽക്കഹോൾസിലൊക്കെ ഒരു OH ഗ്രൂപ്പ് ഉണ്ടാവും. നമ്മൾ കാർബണൈൻ കോമ്പൗണ്ട്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ C2H5OH ഇതെന്താണ്? എത്തനോൾ ഓർ ഈഥൈൽ ആൽക്കഹോൾ. പിന്നെ എന്തുണ്ടാവും അവിടെ? എനർജി ഉണ്ടാവും അല്ലെ? ഇനി എന്താ? ഇപ്പൊ ഓക്സിജന്റെ പ്രസൻസ് ആയി, ആബ്സെൻസ് ആയി. പിന്നെ തേർഡ് വരുന്നത് ലാക്ക് ഓഫ് ഓക്സിജൻ. ലാക്ക് ഓഫ് ഓക്സിജന്റെ കേസിൽ ലാക്റ്റിക് ആസിഡ് അല്ലെ? ലാക്റ്റിക് ആസിഡിന്റെ ആ ഫോർമുല നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പഠിക്കണം എന്നില്ല. C3CHCOOH. അത് ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചതാണ്. അപ്പൊ ലാക്റ്റിക് ആസിഡിന്റെ നിങ്ങൾ പഠിക്കുന്ന ഞാൻ നിർബന്ധം പറയില്ല. പല കുട്ടികളും ചിലപ്പോൾ ലാക്റ്റിക് ആസിഡ് എഴുതിയിട്ട് അതിന്റെ ഫോർമുല എഴുതി വെക്കുമ്പോൾ തെറ്റിച്ചു വെക്കും. ഫോർമുല തെറ്റിക്കഴിഞ്ഞാൽ ഉള്ള മാർക്ക് കൂടെ പോകും. ഫോർമുല എഴുതിയില്ലെങ്കിൽ അവിടെ യാതൊരു പ്രശ്നവും. എഴുതിയിട്ട് തെറ്റിച്ചു കഴിഞ്ഞാൽ ഇംപ്രഷൻ പോകും. ചിലപ്പോൾ 1/2 മാർക്ക് റെഡ്യൂസ് ചെയ്യാൻ തോന്നും. അപ്പൊ അത് വേണ്ട. പക്ഷെ PSC എക്സാംസിന് പഠിക്കുന്ന കുട്ടികൾ അതും ലാക്റ്റിക് ആസിഡിന്റെ ഫോർമുലയും കൂടി നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ പൈറുവിക് ആസിഡ് ലാക്ക് ഓഫ് ഓക്സിജന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും? ലാക്റ്റിക് ആസിഡ്. ഈ ഒരു പ്രോസസ്സ് പൊതുവെ നമ്മൾ എവിടെയാണ് കാണാറ്? ഇൻ ദ മസിൽസ്. എഗെയിൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മസിൽസിലാണ്. ഓക്കെ, അപ്പോൾ മസിൽ പെയിൻ ഉണ്ടാവാൻ കാരണം എന്തിന്റെ ഡെപ്പോസിഷൻ ആണ്? ഈ ലാക്റ്റിക് ആസിഡിന്റെ ഡെപ്പോസിഷൻ. അപ്പോൾ 3 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ അല്ലെ? മെയിൻ ആയിട്ട് വരുന്ന 2 ടൈപ്സ്, എയറോബിക്കും എനറോബിക്കും. എയറോബിക് എന്ന് പറയുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, എയറോബിക്കിന്റെ പറയാം. അതായത് കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജി ഉണ്ടാവും. എനറോബിക്കിന്റെ പറയുമ്പോൾ എന്താ? ഈഥൈൽ ആൽക്കഹോളും എനർജി ഉണ്ടാവും എന്ന് പറയാം. എനറോബിക്കിന്റെ കേസിൽ തന്നെ പറയാ ഏത്? ഓക്സിജൻ കുറവാണെങ്കിൽ മസിൽ സെൽസിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നതും. ഓക്കെ, അപ്പൊ നമ്മൾ റെസ്പിറേഷൻ എന്താണെന്ന് പഠിച്ചു, എയറോബിക് റെസ്പിറേഷൻ പഠിച്ചു, എനറോബിക് റെസ്പിറേഷൻ പഠിച്ചു, മസിൽ പെയിൻ ഉണ്ടാവുന്ന കാര്യം പഠിച്ചു, ഇത് മൂന്നിന്റെയും ഇക്വേഷൻ പഠിച്ചു. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസും 3 മാർക്കും ഒക്കെ ചോദിക്കാറുണ്ട്. എയറോബിക്കിന്റെ എനറോബിക്കിന്റെയും ഡിഫറൻസ് ചോദിച്ചാൽ എന്തൊക്കെ പറയണം? ഒന്ന് ഓക്സിജന്റെ പ്രസൻസിൽ, മറ്റേത് ഓക്സിജന്റെ ആബ്സെൻസിൽ. പിന്നെ ഒന്നിൽ ഒരുപാട് എനർജി റിലീസ് ചെയ്യും, മറ്റേതിൽ കുറവ് എനർജി റിലീസ് ചെയ്യും. ഒന്ന് നടക്കുന്നത് എവിടെയാ? മൈറ്റോകോൺട്രിയയിൽ. മറ്റേതാണെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അതായത് എയറോബിക് ആണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്, എനറോബിക് ആണെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ്. പിന്നെ എയറോബിക്കിന്റെ ഇക്വേഷൻ എഴുതി കാണിക്കുക, എനറോബിക്കിന്റെ ഇക്വേഷൻ എഴുതി കാണിക്കുക. എനറോബിക് ഈ ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ നമുക്ക് എവിടെയാ കാണാൻ പറ്റുക? ഈസ്റ്റില്. ഓക്കെ, ഈസ്റ്റില് മറ്റേ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന, വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ എക്സാമ്പിൾ ഓർത്താൽ മതി. ഈസ്റ്റിലാണ് ഇത് നടക്കുക. അതുപോലെ ഈ ഒരു സ്റ്റെപ്പ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്ന നടക്കുന്നത് എവിടെയാണ്? മസിൽസിൽ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയാലും 2 മാർക്ക് ആയാലും 3 മാർക്ക് ആയാലും ഒക്കെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ക്ലാസ് ഫുള്ള് കേൾക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എഴുതിയെടുക്കുക.
എക്സാം അടുത്തു. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.